ഹായ് വെൽക്കം ടു കോഡ് യുഡേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് നോ ഫോളോ ലിങ്ക് എന്താണ്, ഡു ഫോളോ ബാക്ക് ലിങ്ക് എന്താണ്. ബാക്ക് ലിങ്ക് നമ്മൾ കഴിഞ്ഞ പഠിച്ചു എന്താണ്, വേറൊരു സൈറ്റിൽ നിന്നും നമ്മുടെ സൈറ്റിലേക്ക് ഒരു ലിങ്ക് കിട്ടുന്നതിനാണ് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഡൊമൈൻ സ്കോർ കിട്ടും. ആ സ്കോർ ഇംപ്രൂവ് ആകുന്നതനുസരിച്ച് നമ്മൾ റാങ്കിങ് നമ്മുടെ ഈ സെർച്ച് എഞ്ചിനിൽ റാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ടോപ്പിൽ പോകുന്നത് നമ്മൾ പഠിച്ചു. അപ്പം ബാക്ക് ലിങ്ക് തന്നെ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, നോ ഫോളോ ബാക്ക് ലിങ്ക് മോഡ്, ഡു ഫോളോ ബാക്ക് ലിങ്ക് മോഡ്. ഇതെന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു ബാക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ബാക്ക് ലിങ്ക്, എവിടെ ജനറേറ്റ് ചെയ്യണം, എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് രണ്ടും ബാക്ക് ലിങ്ക് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡു ഫോളോ ബാക്ക് ലിങ്കും നോ ഫോളോ ബാക്ക് ലിങ്കിനാണ്. നമ്മൾ മറ്റൊരു സൈറ്റിൽ പോയി നമുക്ക് ഒരു ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ആകും. ഇതിനാണുള്ള ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നമ്മളൊരു ബാക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്യണം. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ തുടങ്ങിയ അതിന്റെ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പേജ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു ഫേസ്ബുക്കിൽ. അപ്പൊ നമുക്ക് അതുപോലെ ഏത് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലോ ഒരു ബാക്ക് ലിങ്ക് മീൻസ് ഒരു പേജ് ജനറേറ്റ് ചെയ്യുന്നു. പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ നമ്മുടെ വെബ് അഡ്രസ് കൊടുക്കുകയാണ്, നമ്മുടെ സൈറ്റിന്റെ വെബ് അഡ്രസ് കൊടുക്കുകയാണ്. അപ്പൊ അത് ലിങ്ക് ആയിട്ടായിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പൊ അവിടെ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് പോകും. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ചെയ്യുന്ന ലിങ്കുകളെല്ലാം മിക്കവാറും നോ ഫോളോ ബാക്ക് ലിങ്ക് ആയിരിക്കും. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റയും ലിങ്ക്ഡിനൊന്നും നമ്മുടെ ഈ വെബ്സൈറ്റിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നോൺ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് ലിങ്ക് ആയിരിക്കും അത് നമുക്ക് തരുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രൗസറിന്റെ സെർച്ച് എഞ്ചിന്റെ സ്ക്രോൾ ചെയ്ത് നമ്മൾ പഠിച്ചു. എല്ലാ വെബ്സൈറ്റും പോയി സ്ക്രോൾ ചെയ്യുന്ന പഠിച്ചു. അങ്ങനെ വരുമ്പോൾ ഇത് ഫേസ്ബുക്കും ഇൻസ്റ്റ എല്ലാം സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഇൻഫർമേഷൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ പാസ് ചെയ്യും. ഈ ലിങ്ക് എന്ന് വെച്ചാൽ ട്രസ്റ്റബിൾ അല്ല, ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത് ഇത് നോ ഫോളോ ബാക്ക് ലിങ്ക് ആണ് എന്ന് നമ്മുടെ സെർച്ച് എഞ്ചിന്റെ ഫോളോവേഴ്സിനോട് ഇൻഫർമേഷൻ ബാക്ക് എൻഡ് വഴി പാസ് ചെയ്യും. അത് നമുക്കറിയാൻ പറ്റില്ല, ലിങ്ക് എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഈ നമ്മുടെ ഈ സെർച്ച് എഞ്ചിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റയും ലിങ്കിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് ട്രസ്റ്റബിൾ അല്ല, ഞങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സെർച്ച് എഞ്ചിൻ അതിന്റെ ആ ഒരു ലിങ്ക് ആ ബാക്ക് ലിങ്കിന്റെ സ്കോർ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഈ മറ്റ് ട്രസ്റ്റബിൾ ലിങ്കിന്റെ അത്രയും നമുക്ക് ഇൻഡിജ്യൂസ് എന്നാണ് അതിന് പറയുന്നത് സ്കോർ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇവിടെ എന്താ പറ്റുന്നത്, ഒരു ഫേമസ് ആയ ഒരു വ്യക്തി നമ്മളെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മളെ എല്ലാവരും ട്രസ്റ്റ് ചെയ്യും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടും. ഈ ഫേമസ് ആയ വ്യക്തി പറയുകയാണെങ്കിൽ അയാളെ എനിക്കറിയാം, പക്ഷെ അയാളെ ഞാൻ വിശ്വസിച്ച് നിങ്ങളുടെ റിസ്കിൽ അത് ചെയ്തോ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് അത്രയും ഒരു വാല്യൂ കിട്ടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ നമുക്കൊരു ബാക്ക് ലിങ്ക് നോ ഫോളോ ബാക്ക് ലിങ്ക് തരുമ്പോഴത്തേക്കും അതിന് അതായത് ഡു ഫോളോ ബാക്ക് ലിങ്കിന്റെ അത്രയും ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ട്രസ്റ്റ് ഇല്ലാതെ അവർ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ സ്കോറിന് പാസ് ചെയ്യും. അതേസമയം നമ്മൾ വേറെയുള്ള വെബ്സൈറ്റിൽ കൊടുക്കുമ്പോൾ അവിടെ ഡു ഫോളോ ബാക്ക് ലിങ്ക് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് അവിടുന്ന് ലിങ്ക് ചൂസ് എന്ന് പറയാം. അതിന്റെ സ്കോറിന്റെ ഒരു എഫക്ട് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ അത് നമുക്ക് ഷെയർ ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പം നല്ല സ്കോറുള്ള ഒരു സൈറ്റ് അത് നമുക്ക് ഡു ഫോളോ ബാക്ക് ലിങ്ക് ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അത് നമുക്ക് ആ സ്കോർ ഇപ്പം സ്കോർ 50 ഉള്ളതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്കും ഒരു ലിങ്ക് ജ്യൂസ് എന്ന് പറയും, നമുക്കും അതിനൊരു ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ റാങ്കിങ്ങിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്, യുവർ വെബ്സൈറ്റ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. അവിടെ നമുക്കൊരു ഡു ഫോളോ ബാക്ക് ലിങ്ക് ഈ വെബ്സൈറ്റ് തരുവാണെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ചൂസ് നമുക്ക് അതിന്റെ എഫക്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അതാണ് ഈ പിക്ചറും റെപ്രസെന്റ് ചെയ്യുന്നത്. വെബ്സൈറ്റ് ബി എന്ന് പറഞ്ഞാൽ നോ ഫോളോ ബാക്ക് ലിങ്ക് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് എന്ത് അതിന്റെ ലിങ്ക് ചൂസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നില്ല, ചെറിയ ബെനിഫിറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ജസ്റ്റ് അവര് റെക്കമെൻഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡു ഫോളോ ബാക്ക് ലിങ്ക് ആണ് തരുന്നതെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ചൂസ് അതിന്റെ ഒരു റാങ്കിങ് നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് ഹൗ ഡു ഫോളോ ലിങ്ക്സ് അഫക്ട് സൈറ്റ് റാങ്കിങ് എന്ന് പറയുന്നതിന്റെയാണ്. സെർച്ച് എഞ്ചിൻ ബോട്ട് സ്ക്രോളിംഗ് ദ വെബ്സൈറ്റ് ത്രൂ ഡു ഫോളോ ലിങ്ക്സ് ലിങ്കിങ് ടു. ഇതാണ് ഞാൻ പറയാം, മറ്റേ ലിങ്ക് ചൂസ് നമുക്ക് കിട്ടും. അതുവഴി നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പൊ തന്നെ ഇവിടെ നിങ്ങൾ ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമുക്ക് ഒരു നോർമൽ ഒരു ഡു ഫോളോ
ലിങ്ക് ആണെങ്കിൽ ആ വെബ്സൈറ്റിന്റെ സ്കോർ നമുക്ക് തന്നെ ഓരോ പേജിനും ഇപ്പൊ ഏതെങ്കിലും ഒക്കെ പേജിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഓരോ പേജിലും നമുക്ക് റാങ്കിങ് ഇവിടേക്ക് അത് കിട്ടുന്നത് കാണാം. അതിന്റെ ഒരു ബെനിഫിറ്റ്, ഒരു ലിങ്ക് ചൂസ് നമ്മുടെ വെബ്സൈറ്റിനും അത് എഫക്ട് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ഡു ഫോളോ ലിങ്കുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ ചെയ്യേണ്ടെന്നല്ല, അത് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ കൂടുതൽ ലിങ്കുകളും ഡു ഫോളോ നമുക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ ഡേറ്റ നമ്മൾ ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ് കോമ്പറ്റീറ്ററിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ബാങ്കിങ് ചെക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടും. അതിന്റെ തന്നെ ഈ ഫസ്റ്റ് കാണുന്ന Href എന്ന് പറഞ്ഞ സാധനം എടുക്കുക. Hrefന്റെ അകത്ത് പോയിട്ട് നിങ്ങൾ ബാങ്കിങ് ചെക്കറിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നാണ്, ഏജൻസി കൊച്ചിയാണ് നമ്മുടെ കോമ്പറ്റീറ്റർ. നമ്മൾ കൊച്ചിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നമുക്ക് ഉള്ളതെന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പ് വരുന്ന ആളാണ് നമ്മുടെ കോമ്പറ്റീറ്റർ ആണല്ലോ. അപ്പൊ ആ ലിങ്ക് നമ്മൾ ഓപ്പൺ ആക്കുക, അയാളുടെ സൈറ്റിൽ പോവുക, അയാളുടെ സൈറ്റിന്റെ URL കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ചെക്ക് ബാക്ക് ലിങ്ക് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇവരുടെ ബാക്ക് ലിങ്ക്സ് ഫുള്ള് കാണിക്കും. ഇതിൽ നിന്ന് നമുക്ക് തന്നെ ഈ സൈറ്റിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അവർക്ക് എത്ര ഡു ഫോളോ ബാക്ക് ലിങ്ക്സ് ഉണ്ട്, അത് ഏതൊക്കെ സൈറ്റിലാണെന്ന് നമ്മൾ ഇവിടെ തന്നെ കാണിക്കുക. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് കണ്ടോ, അവർ 221 വെബ്സൈറ്റില് അവർക്ക് ലിങ്ക് ഉണ്ട്. അത് ടോട്ടൽ ലിങ്ക് എത്രയാണ്? 215K ലിങ്ക്സ് ആണ് അവർക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 221 വെബ്സൈറ്റിൽ നിന്ന് ഇത്രയും ലിങ്ക്സ് അവർ ജനറേറ്റ് ചെയ്തത്. അതിൽ ആ വെബ്സൈറ്റിൽ 66% ഡു ഫോളോ ബാക്ക് ലിങ്ക് തരുന്ന വെബ്സൈറ്റിലാണ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, 66% അവർ ചെയ്തിരിക്കുന്നത് ഡു ഫോളോ ബാക്ക് ലിങ്ക് കിട്ടുന്ന വെബ്സൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം ഓരോ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ ഇവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് പേജിലാണ്, എന്താ റെഫറിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പേജിലാണ് അവര് അവരുടെ ലിങ്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ തന്നെ ഇങ്ങനെ ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ പേജിലാണ്, ഈ പേജാണ് ഈ കാണിക്കുന്നത്, ഈ പേജിലാണ് ഈ ലിങ്ക് ജനറേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കാണിക്കുന്ന ആങ്കർ ടെസ്റ്റ് ആണ് ടാർഗറ്റ് URL. ഈ പേജിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് എനിക്ക് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊമോട്ടഡ് ബൈ സ്പൈഡർ വർക്സ് എന്ന് കൊടുത്തേക്കുന്നത്. ഇത് ഫൂട്ടറിൽ നമ്മൾ കൊടുക്കാറില്ലേ, ഡിസൈൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കൊടുത്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവര് അത് ജനറേറ്റ് ചെയ്തിട്ട് ഫൂട്ടറിലായിരിക്കും കൊടുക്കാൻ ചാൻസ്. എന്നിട്ട് ഈ ഒരു ടെസ്റ്റ് അവിടെ കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് ഇതാണെന്നാണ് കാണിച്ചേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന നെയിം, അതിനെയാണ് ആങ്കർ ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഫൂട്ടറിൽ പോയിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊമോഷൻസ് ബൈ സ്പൈഡർ വർക്സ് എന്ന് കാണിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ടെസ്റ്റിന് പറയുന്നത് ആങ്കർ ടെസ്റ്റ്. നമുക്ക് ഈ എവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണോ പോകുന്നത് അതാണ് ടാർഗറ്റ് URL. മനസ്സിലായോ? അതായത് നമ്മൾ ഈ വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പേജ് ആണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്, ഏത് സൈറ്റിൽ ഏത് പേജാണ് ഇവർ ലിങ്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സൈറ്റിന്റെ ഡൊമൈൻ സ്കോർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 27 എന്ന് പറയുന്നത് ആ സൈറ്റിന്റെ ഡൊമൈൻ സ്കോർ ആണ്. ഇവരുടെ ടോട്ടൽ, അതായത് ഈ നമ്മൾ എടുത്ത ഈ ഒരു വെബ്സൈറ്റിന്റെ ടോട്ടൽ സ്കോർ 51 ആണ് കേട്ടോ. ഡൊമൈൻ അതോറിറ്റി തന്നെ 51 ആണ്. ഇവര് ജനറേറ്റ് ചെയ്തേക്കുന്ന ആ സൈറ്റിന്റെ ഡൊമൈൻ സ്കോർ ആണ് ഇത് 27. അതിന്റെ ഏത് പേജാണിത്, അവർ ഏത് ടെസ്റ്റ് കാണിച്ചിട്ടാണ് ഈ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. ഈ ടെസ്റ്റിന് പറയുന്ന പേര് ആങ്കർ ടെസ്റ്റ് എന്നാണ്. ഈ ലിങ്കിന് ടാർഗറ്റ് URL എന്ന് പറയും കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന ലിങ്കുകളെല്ലാം ഡു ഫോളോ ലിങ്കുകളായിരിക്കും. ഇവിടെ കാണിക്കുന്ന എല്ലാം ഡു ഫോളോ ലിങ്കുകളാണ്. ഇവിടെ ഇപ്പൊ തന്നെ ഇതൊക്കെ ഇവര് ജനറേറ്റ് ചെയ്ത സൈറ്റ്, ഇവര് തന്നെ ഡെവലപ്പ് ചെയ്ത സൈറ്റിന്റെ ഫൂട്ടറിലാണ് ഇവർ ഈ ലിങ്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ കൂടുതലും. പിന്നെ ഇവിടെ കണ്ടോ ഹോം ആൻഡ് കിച്ചൺ, ഇത് അവര് ഇതാണ് എന്താണ് ഇതും അവർ ചെയ്തിരിക്കുന്നതാണ് ചാൻസ്. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി ബ്ലോക്ക് സൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കയറിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഡൊമൈൻ അതോറിറ്റി 25, 31. ഇപ്പൊ നമ്മളൊരു പുതുതായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു 1 or 0 ഒക്കെ ആയിരിക്കും അതിന്റെ ഡൊമൈൻ അതോറിറ്റി. പിന്നെ നമ്മൾ കുറെ നാൾ SEO ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 10, 15 അങ്ങനെയൊക്കെ വരാനാണ് ചാൻസ്. അപ്പോൾ 20 ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഡൊമൈൻ അതോറിറ്റി ഉള്ളതാണ്. 25, 50 ഒക്കെ ഉള്ളതാണെങ്കിൽ നല്ല ഡൊമൈൻ അതോറിറ്റി ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് നമുക്കൊരു ലിങ്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ലിങ്ക് ജ്യൂസ് അതുവഴി നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ സൈറ്റിനും നമ്മുടെ റാങ്കിങ്ങിനും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ നോക്കിയിട്ട് ഓരോന്നിനും ഡൊമൈൻ അതോറിറ്റി, ഇങ്ങനെ കൂടുതൽ ഡൊമൈൻ അതോറിറ്റി ഉള്ള
വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളായിട്ടൊരു ലിങ്ക് ജനറേറ്റ് ചെയ്യാം. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ഫേമസ് സൈറ്റുകൾ, അപ്പൊ സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്ന് നമുക്ക് വരുന്ന ലിങ്കുകൾ എന്ന് വെച്ചാൽ നോ ഫോളോ ലിങ്കുകളായിരിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അങ്ങനെയുള്ള ലിങ്ക്ഡിൻ അങ്ങനെയുള്ള നിന്നൊക്കെ വരുന്ന ട്വിറ്റർ, ഇപ്പൊ എക്സ്, അപ്പൊ അങ്ങനെയുള്ള സാധനത്തിൽ നിന്നൊക്കെ വരുന്നത് എന്തായിരിക്കും ലിങ്കുകൾ അവർ തരുന്നതെന്ന് വെച്ചാൽ നോ ഫോളോ ആണ്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രോളിംഗ് സെർച്ച് എഞ്ചിന്റെ സ്ക്രോളേഴ്സിനോട് പറയുന്നത് വെച്ചാൽ ഇത് ഒരു ലിങ്ക് ആണ്, പക്ഷെ ഞങ്ങൾ ഇതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നോ ഫോളോ ലിങ്ക് ആയിരിക്കും. പക്ഷെ നമുക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാക്കാം. എങ്ങനെ കൂടുതൽ ആൾക്കാർ അവിടുന്ന് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്തതാണെങ്കിൽ അത് നോ ഫോളോ ലിങ്ക് ആയിട്ട് തന്നെ ആയിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും ഈ നോഫർ, അതായത് സോഷ്യൽ മീഡിയയിൽ ഇത് നമ്മുടെ ലിങ്ക് ജനറേറ്റ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡു ഫോളോ ലിങ്കുകൾ. അതായത് ഡു ഫോളോ ലിങ്കുകൾ എങ്ങനെയാണ്, നമ്മുടെ റിലവന്റ് ആയിട്ടുള്ള ബ്ലോഗ് സൈറ്റിൽ നിന്നും നമ്മുടെ റിലവന്റ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് വേണം നമ്മൾ കൂടുതലും ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് ആ ലിങ്ക് ചൂസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ റാങ്കിങ് അതോറിറ്റി, അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത, ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇതിൽ, അതായത് ബ്ലോഗുകളിൽ പോയിട്ട് നമ്മൾ ലിങ്ക് ജനറേറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ കുക്കിങ്ങിനകത്ത് പോയി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ സ്പാം ആയിട്ടും അങ്ങനെയൊക്കെ അത് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലായിരുന്നു, എവിടെ നിന്നും ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ പഴയ പല സൈറ്റുകളും എടുക്കുമ്പോൾ ഈ കിച്ചൺ അപ്ലയൻസസിന്റെ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒക്കെ ഇട്ടേക്കുന്നത്. അന്നെന്ന് വെച്ചാൽ ഗൂഗിൾ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ അവർ അപ്ഡേറ്റ് വന്നതിന് ശേഷം അങ്ങനെയുള്ളത് സ്പാം ആയിട്ട് അവർ കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം പുതുതായിട്ട് ചെയ്ത് തുടങ്ങുമ്പോഴെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ റിലവന്റ് ആയിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ട് മാത്രമേ ലിങ്ക് ജനറേറ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നതും നമുക്ക് ബാക്ക് ലിങ്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടൂളുകളുണ്ട്. അപ്പൊ ഈ ടൂളുകൾ തമ്മിലുള്ള ഈ ഡൊമൈൻ റേറ്റിംഗിനകത്ത് ചെറിയ വ്യത്യാസമാണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൂൾ എടുക്കുക. ഇപ്പം ഗൂഗിളായിട്ട് മാച്ച് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ മോസം എന്ന് പറഞ്ഞ ടൂളാണ്. അപ്പൊ മോസം എന്ന് പറഞ്ഞ ടൂൾ നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ കൊടുത്തിട്ട് ഇത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ അകത്ത് മോസ്റ്റിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട് കീവേഡ് എക്സ്പ്ലോറർ, ലിങ്ക് എക്സ്പ്ലോറർ, ഈ ലിങ്ക് എക്സ്പ്ലോറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു പേജ് വരും. അവിടെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അനലൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഈ ഡൊമൈൻ സ്കോറും ഡൊമൈൻ അതോറിറ്റിയും കുറെ കാര്യങ്ങളൊക്കെ ഇവിടെയും കാണിക്കും. ഈ വാല്യൂസ് സംബന്ധിച്ച ഒരു വ്യത്യാസം കാണും. നിങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ട. ഇവിടെയും അതിന്റെ കുറെ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ കാണിക്കുക. ഏതൊക്കെ വെബ്സൈറ്റിലാണ്, ഏതൊക്കെയാണ് ടോപ്പ് അവർ ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെയും കാണിക്കും. നിങ്ങളപ്പോ ഈ മോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ നോക്കിയിരിക്കുന്നത് നല്ലത്. ഒന്നിലധികം ടൂൾസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ അകത്താകുമ്പോൾ ഈ ലിങ്ക്സും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഫോളോ ചെയ്താലും മതി. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഓരോന്നിലും നമ്മുടെ വെബ്സൈറ്റിൽ ലിങ്കുകൾ ഇതുപോലെ ജനറേറ്റ് ചെയ്യുക. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഡു ഫോളോ ലിങ്കുകൾ. ഡു ഫോളോ ലിങ്ക് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഡു ഫോളോ ലിങ്കുകൾ നമ്മുടെ റിലവന്റ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഈ ലിങ്ക് ചൂസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയും നമ്മുടെ വെബ്സൈറ്റിന് അത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. നമ്മുടെ സെർച്ച് എഞ്ചിനിൽ അത് ടോപ്പിൽ റാങ്ക് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.